അതെ, കഴിഞ്ഞ ദിവസം കെ ശൈലജയുടെ ഒരു ഇന്റർവ്യൂ റിപ്പോർട്ടർ ചാനലിൽ സ്മൃതി പറ്റിക്കാട് നടത്തിയൊരു ഇന്റർവ്യൂ കാണാനിടയുണ്ടായി. അപ്പൊ അതിലിങ്ങനെ ചോദിക്കുന്നുണ്ട്, ഒരു വനിതാ മുഖ്യമന്ത്രിയെ പ്രതീക്ഷിക്കാമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞ ഒരു മറുപടിയാണ് ഇപ്പൊ എനിക്ക് ഇത് പറയാൻ തോന്നിയത്. അപ്പൊ അവർക്കങ്ങനെ തീരുമാനിച്ചിട്ടില്ല എങ്കിൽ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയാം. പകരം അവർ പറഞ്ഞത് UDF-ലെ പോലെ ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ ആവശ്യപ്പെടില്ല, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ സ്വയം പറയില്ല എന്നൊക്കെ ഒരു ഇത് പറഞ്ഞു. അത് വ്യക്തമായ ഒരു PR വർക്കിന്റെ ഭാഗമായിട്ട് UDF-നെ താറടിക്കാൻ വേണ്ടി പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇതിനു മുൻപേ ഒരു തെരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ജയിച്ചു കഴിഞ്ഞപ്പോൾ VS-നെ തഴയുകയും ചെയ്ത പാരമ്പര്യമുള്ളവരാണ് ഈ LDF-കാർ. അതുപോലെ തന്നെ KR ഗൗരിയമ്മയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാട്ടുകയും വിജയിച്ചു കഴിഞ്ഞപ്പോൾ ഗൗരിയമ്മയെ തഴയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതെനിക്ക് തോന്നുന്നു LDF-ൽ അത് ആദ്യത്തെ സംഭവമൊന്നുമല്ല, ഇതിനു മുമ്പും ഇത് നടന്നിട്ടുണ്ടല്ലോ. അവരിങ്ങനെ തേപ്പ് പരിപാടി ഇപ്പൊ UDF-ല് പലർക്കും മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്നുണ്ടായിരിക്കാം ചിലപ്പോ. പക്ഷെ ഇവരൊരാളെ കാണിച്ചിട്ട് തേപ്പ് പരിപാടി കാണിക്കില്ല. അപ്പൊ പറഞ്ഞത് എന്ത് ഭാവിച്ചാണ് എന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. കാരണം സ്വന്തം പാർട്ടിയിൽ എന്താണ് നടക്കുന്നതെന്ന് അവർക്ക് ഇത്രയ്ക്ക് ബോധ്യമില്ലേ. എന്നിട്ട് പറയുന്നത് അവിടെ മറ്റു പാർട്ടികളിലെ പോലെയല്ല, അവിടെ കൃത്യമായ എല്ലാം ധാരണയോടെ കാര്യങ്ങൾ നടക്കും, പാർട്ടി തീരുമാനിക്കുന്നത് തന്നെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു. പാർട്ടി ഇപ്പോൾ നേരിടുന്ന ഒരു വിഷയവും കെ ശൈലജ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ദേവസ്വം വകുപ്പ് നേരിടുന്ന ഈ വലിയ പ്രതിസന്ധിയെ കുറിച്ചൊന്നും അവർക്ക് യാതൊരു ധാരണയും ഇല്ല എന്നാണ് തോന്നുന്നത്. പാർട്ടി തീരുമാനിക്കും. അപ്പോൾ അവർ പറയുന്നത് വെച്ച് പാർട്ടി തീരുമാനിക്കും, എല്ലാം പാർട്ടിയുടെ തീരുമാനം ഒഴിച്ച്. അപ്പൊ ഈ നടന്ന അഴിമതിയും കൊള്ളയും എല്ലാം പാർട്ടി തീരുമാനപ്രകാരമായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം പാർട്ടി അതിനെതിരെ ഒരു നടപടിയും പാർട്ടിയും ഇതുവരെ നടപടി കൈക്കൊണ്ടിട്ടില്ല. അപ്പൊ അത് പാർട്ടി തീരുമാനങ്ങൾ തന്നെ ആയിരിക്കാം എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്തേണ്ടത്. അപ്പോൾ UDF-ന്റെ ഇതിലേക്ക് വന്നാൽ, UDF ഇപ്പൊ ആരെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുഖ്യമന്ത്രിയായിട്ട് കാണിച്ചിട്ടുണ്ടോ? ഇല്ല ചേച്ചി, അതിൻ്റെ അകത്ത് രണ്ട് കാര്യമാണുള്ളത്. ഒന്ന്, എങ്ങനെയും 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ് UDF അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. എങ്ങനെയും കോൺഗ്രസിനെ UDF-നെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നത് മാത്രമാണ് ലക്ഷ്യമെന്നാണ് ഹൈക്കമാൻഡ് അടക്കം പറയുന്നത്. അവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ആരെ ഉയർത്തിക്കാട്ടണമെന്നോ അല്ലെങ്കിൽ വിജയിച്ചാൽ ആര് മുഖ്യമന്ത്രിയാകുമെന്നുള്ള ഒരു കാര്യവും, ഒരു ചർച്ചയോ സർവേയോ ഒന്നും തന്നെ ഈ പറയുന്ന UDF-ന്റെ അകത്ത് നിന്നോ അല്ലെങ്കിൽ UDF-ൽ നിന്നോ ഉണ്ടാകുന്നില്ല. ആദ്യം വിജയിക്കുക, അതാണ് ലക്ഷ്യം. വിജയിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം എന്നാണ് ഇപ്പൊ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരും ചില ചാനലുകളും ഒക്കെയാണ് ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ഇപ്പൊ പറയുന്ന ഈ വോട്ടെടുപ്പ് പോലും മനോരമ അടക്കം നടത്തുന്നുണ്ടല്ലോ. അത് പിണറായി വിജയൻ, VD സതീശൻ, ശശി തരൂര് സർവേകളൊക്കെ നടത്തുന്നുണ്ട് ആര് മുഖ്യമന്ത്രി ആകണം എന്നുള്ള. അതൊക്കെ ചാനലുകൾ അവരുടെ ഇഷ്ടത്തിന് നടത്തുന്നതാണ്. അതിൽ ഈ പറയുന്ന പാർട്ടിക്ക്, അത് ഒരു പാർട്ടിക്കും യാതൊരു വിധത്തിലുള്ള ബന്ധവും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇപ്പൊ LDF നടത്തുന്നു, അത് മുഖ്യമന്ത്രി എന്ന് പറയുന്ന പേരിൽ പിണറായി വിജയനെ മാത്രമാണ് അവർ ഉയർത്തിക്കാട്ടുന്നത്. കോൺഗ്രസിലേക്ക് വരുമ്പോൾ പല പേരുകൾ ഉയർന്നു വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ജനാധിപത്യ രാജ്യത്ത് അതൊരു ജനാധിപത്യ രീതിയാണല്ലോ. ഒന്നിലധികം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ വരുന്നത് വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്റെ അഭിപ്രായത്തിൽ അത് ഒരു രീതിയിൽ നല്ലതാണ്. കാര്യം ജനാധിപത്യ രാജ്യമാണ്. 3 പേർ അല്ലെങ്കിൽ ആ പാർട്ടിയിൽ അത്രയും പവറുള്ള ആളുകൾ, കരുത്തുറ്റ ആൾക്കാരുണ്ട്. അതിന് മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ളവർ ഒന്നിലധികം പേർ ഉള്ളത് കൊണ്ടായിരിക്കാം അവർ മുഖ്യമന്ത്രിയാവുമോ ഇവർ മുഖ്യമന്ത്രിയാവോ എന്നൊരു കൺഫ്യൂഷൻ പോലും വരുന്നത്. ഇപ്പോ അല്ല, മുഖ്യമന്ത്രിയാവാൻ ഞാൻ മതി, ഞാനല്ലാതെ വേറെ ആരും ഇവിടെ മുഖ്യമന്ത്രി ആവണ്ട എന്ന് പറഞ്ഞിരിക്കാൻ ഒരാൾ ഉള്ളിടത്തോളം കാലം അവിടെ വേറൊരാൾക്ക് മുഖ്യമന്ത്രി ആകുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയും. അല്ലെ, അതിന്റെ അകത്ത് വേറൊരു കാര്യമുണ്ടല്ലോ. ഇപ്പൊ LDF-ൽ തന്നെ അല്ലെങ്കിൽ ഇടതുമുന്നണിയിൽ തന്നെ മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാകാം, മുഖ്യമന്ത്രി ആയാൽ നന്നായി പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുന്നവരുണ്ടാകും. പക്ഷെ അവർക്കൊക്കെ ആഗ്രഹവുമായി ആഗ്രഹം ഒതുക്കിയിരിക്കാനല്ലേ പറ്റും, അവർക്കത് പറയാൻ കഴിയുന്നില്ല. അതൊക്കെ മനസ്സിൽ വെച്ചിരുന്നാൽ മതി. സത്യം. പക്ഷെ UDF-നാണെങ്കിൽ അത് പറയാനുള്ള ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. ആ സ്പേസിൽ അവരത് പറയുന്നു എന്നതേ ഉള്ളൂ. ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രിയാകാൻ പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നതിൽ നിന്ന് അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന ലെവലിൽ നിന്ന് മാറാൻ തയ്യാറാകുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ അടുത്ത കാലത്ത് തെരഞ്ഞെടുപ്പിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നയിക്കും എന്ന് CPM തീരുമാനമെടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി വേറെ, അപ്പൊ അതായത് എനിക്ക് ശേഷം പ്രളയം എന്ന ഒരു മട്ടാണ് ഇപ്പൊ തന്നെ മുഖ്യമന്ത്രി ഓരോ വേദിയിൽ വരുമ്പോൾ തന്നെ നമുക്കറിയാം ഇദ്ദേഹത്തിന് റിട്ടയർഡ് ആവാറായില്ലേ എന്ന് തോന്നും. അപ്പൊ അതിന് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് അവരുടെ എല്ലാ തീരുമാനങ്ങളും മാറ്റിവെക്കാൻ വരെ അവർ തയ്യാറാണ്. ഇപ്പൊ ഈ പ്രായപരിധിയൊന്നും അവിടെ ഇപ്പൊ ഇല്ല എന്നാണ് തോന്നുന്നത്. അല്ല, ടേം വ്യവസ്ഥ, 2 ടേം എന്നത് അതൊക്കെ മുഖ്യമന്ത്രിക്ക് പല സമയത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് മാത്രമല്ല പലർക്കും ഇളവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് വരുമ്പോ LDF-നെ സംബന്ധിച്ചിടത്തോളം എളുപ്പമല്ല ഈ തെരഞ്ഞെടുപ്പ്. അതിപ്പോ ഒരു പാർട്ടി 2 മുന്നണിക്കും UDF-നും എളുപ്പമല്ല, LDF-നും എളുപ്പമല്ല. അപ്പൊ LDF-ന് കാണിക്കാൻ പോകുന്ന, LDF ജയിക്കാൻ വേണ്ടി രാഷ്ട്രീയമായി പല കാര്യങ്ങളും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പല ഗിമ്മിക്കുകളും നടത്തും. അതിൽ സാധ്യതയുള്ള ഒരു കാര്യമാണ്
കെ ശൈലജയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി, എന്നാൽ അവർ ഒഫീഷ്യലി എവിടെയും പറയില്ല അവരുടെ മുഖ്യമന്ത്രി തോന്നലുണ്ടാക്കുക, അതായത് ജനങ്ങൾക്കിടയിൽ ഒരു തോന്നലുണ്ടാക്കുക കെ ശൈലജ ജയിക്കുകയാണെങ്കിൽ അവർ മുഖ്യമന്ത്രി ആയേക്കാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ ഒരു തോന്നലുണ്ടാക്കുക മാത്രമാണ് ചെയ്യുന്നത്. അത് ആ കോവിഡ് കഴിഞ്ഞ് രണ്ടാം പിണറായി സർക്കാർ വരുന്നതിന് തൊട്ട് മുൻ ആ തെരഞ്ഞെടുപ്പിലും ഇതേ ഒരു ഇതവിടെ അവർ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കെ ശൈലജ മന്ത്രിസഭയിൽ പോലും ഇല്ല. അപ്പൊ അത് ഒരുപാട് പേര് അതിനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അല്ലെ, അതിന്റെ അകത്തൊരു കാര്യമുണ്ട്. ഈ പറയുന്ന പോലെ കെ ശൈലജയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന ഒരു രീതിയിൽ ഉയർത്തി കാട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ഗുണം LDF ഉണ്ട്. ഈ പറയുന്ന സ്ത്രീ വോട്ടർമാർ ഒരു പരിധി വരെ നമ്മൾ നിഷ്പക്ഷ വോട്ടുകൾ, സ്ത്രീ നിഷ്പക്ഷ വോട്ടുകൾ ആർക്ക് കിട്ടും? ശൈലജ മുഖ്യമന്ത്രി ആകുമെന്ന് കരുതി LDF കുത്തും. ഇപ്പൊ സ്വാഭാവികമായി ചേച്ചി ആലോചിച്ച് നോക്കൂ, ഒരു വനിതാ മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാകണമെന്ന് 100-ൽ 60% സ്ത്രീകൾ ആഗ്രഹിക്കില്ല. ഒരു സ്ത്രീ വരട്ടെ, മാറ്റം വരട്ടെ, ഈ പറയുന്ന മെയിൽ ഷോവനിസ്റ്റ് അല്ലെങ്കിൽ എല്ലാം മാറട്ടെ എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുന്ന ഒരു വിഭാഗത്തെ പറ്റിക്കാനാണ് ശ്രമിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ വിജയിച്ചാൽ കെ ശൈലജ ഇവര് മുഖ്യമന്ത്രിയാക്കും? ഇല്ല, അത് ആരും സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട കാര്യമില്ല. അതല്ല അവർ ആദ്യമേ പറയുന്നത്. അത് പാർട്ടിക്ക് ഒരു തീരുമാനം ഉണ്ടാവും, ആ തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോകുള്ളൂ. പിണറായി ജയിക്കുകയാണ് എങ്കിൽ പിണറായി വിജയൻ തന്നെയായിരിക്കും അടുത്ത മുഖ്യമന്ത്രിയായിട്ടിരിക്കും. അല്ല, ഇനി മറ്റൊരു കാര്യം ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ഒരു ടേം വ്യവസ്ഥ വന്നാൽ ശൈലജ ആ ടേം വ്യവസ്ഥ ബാധിക്കില്ല. കാര്യം ശൈലജ ടീച്ചറെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് നേരിടുക LDF-നും CPM-നും CPI-ക്കും അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ചിടത്തോളം ശൈലജ ടീച്ചറെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ അവർ എന്തായാലും നേരിടാൻ പോകുന്നില്ല. കാരണം മൊത്തത്തിൽ അടപടലം സ്വാഹയായിരിക്കുകയാണ്. അപ്പൊ ഇനി വീണ്ടും പരീക്ഷണങ്ങൾ ചെയ്യാൻ അവർ തയ്യാറാവില്ല. പിന്നെ അത് മാത്രമല്ല, ഇവർ വടകരയിൽ ശൈലജ ടീച്ചറെ കൊണ്ടുപോകുമ്പോൾ ഇവർ എന്താണ് ഈ പറയുന്ന വടകര തിരികെ പിടിക്കുമെന്ന ഒരു ഓവർ കോൺഫിഡൻസോട് കൂടിയാണ് വടകരയിൽ ശൈലജ ടീച്ചർ ഇറക്കുന്നത്. പരാജയപ്പെട്ടാൽ ശൈലജ ടീച്ചർ വലിയ സംഭവമല്ല എന്നുള്ള രീതിയിലേക്ക് വരും. വിജയിച്ചാൽ ഇവര് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇവരെ ഒഴിവാക്കാം. ഇതായിരുന്നു വ്യക്തമായ LDF-ന്റെ പ്ലാൻ. എനിക്ക് തോന്നുന്നു LDF-ന്റെ പ്ലാൻ നടന്നു. ഇവര് വലിയ സംഭവമൊന്നും അല്ല എന്നൊരു വശത്താക്കുമ്പോഴും അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരു വനിത, ചേച്ചി ഒന്ന് ആലോചിക്കും, മറ്റൊരു വനിതാ മുഖ്യമന്ത്രി ഇവരുടെ CPM-ൽ ആരെ അല്ലെങ്കിൽ LDF ആരെ ഉയർത്തിക്കാട്ടും? ശ്രീമതി ടീച്ചറിനാക്കിയ എന്ത് കുഴപ്പം? ശ്രീമതി ടീച്ചറിന്റെ പേര് നമുക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊക്കെ പരിഗണിക്കാവുന്നതാണ്. പക്ഷെ അത്തരം പേരുകൾ എനിക്കൊന്നും ഒരു പേരും CPM പരിഗണിക്കില്ല. മുഖ്യമന്ത്രി അവർക്ക് മുഖ്യമന്ത്രി പരിഗണന കൊടുക്കാൻ പറ്റില്ല. കാരണം മറ്റേ യന്ത്രം പ്രവർത്തിപ്പിക്കുന്നത് ശ്രീമതി ടീച്ചർ. ഞാനത് പറയണമെന്ന് കരുതിയത്. ഈ പീഡന കേസുകൾ ഇനിയും വരുമല്ലോ. അപ്പൊ വരുമ്പോ അതിന്റെ തീവ്രത അളക്കുന്ന മെഷീൻ അത് പ്രവർത്തിപ്പിക്കാൻ അവർക്കാണ് അറിയുന്നത്. അവരാണ് അതിന്റെ എക്സ്പേർട്ട്. അപ്പൊ ഇനിയിപ്പോ എന്താ ഈ തെരഞ്ഞെടുപ്പ്, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും മുഖ്യമന്ത്രി പിണറായി വിജയനെ മുഖ്യമന്ത്രി അയക്കും എന്ന രീതിയിൽ പ്രചരണവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്കറിയാം പരാജയപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലെങ്കിലും പരാജയപ്പെടാനാണ് സാധ്യത കൂടുതൽ. ഇനി എന്തെങ്കിലുമൊക്കെ ഗിമ്മിക്ക് കാണിക്കുക എന്നുള്ളതാണ്. ആ ഗിമ്മിക്കില് എടുത്തു വെക്കുന്ന പേര് കെ ശൈലജയുടേതാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇനി മറൊരു വശമുണ്ട്. സ്മൃതി ചോദിച്ചപ്പോ അങ്ങനെയില്ല, നിയമസഭയിൽ ഒരുപാട് വോട്ട് കിട്ടി അല്ലെങ്കിൽ നിയമസഭയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നവരെല്ലാവരെയും മുഖ്യമന്ത്രി ആക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ പ്രചരണം തുടങ്ങി കഴിയുമ്പോഴും ഇവർ ഇതേ നിലപാട് പറയുമോ എന്നൊരു ചോദ്യമുണ്ട്. അത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. നമ്മളീ പറയുന്ന പോലെ ഇവരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന രീതിയിൽ കാര്യങ്ങളെ കൊണ്ടുവന്നാൽ ഇവര് അന്ന് ഈ കെ ശൈലജ ഇത് പറയുമോ? അല്ല, അവർക്ക് ഓരോ സമയത്തിനനുസരിച്ച് അവർക്ക് മാറ്റി പറയാൻ CPM-കാർക്ക് പ്രത്യേകം എടുക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ട് അത് അവർ മാറ്റി പറഞ്ഞോളൂ. അതിലൊന്നും നമ്മളാരും വിഷമിക്കേണ്ട കാര്യമില്ല. അത് അവരുടെ പാർട്ടിയുടെ കാര്യം അവർക്കറിയാം. ഏത് സമയത്ത് എങ്ങനെ പ്രതികരിക്കണം എന്നെല്ലാം അവർക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും തെരഞ്ഞെടുപ്പിന് നമ്മൾ ഇനി അധികമൊന്നും കാത്തിരിക്കേണ്ടതില്ല. എന്തായാലും ഇനി ഒരു 2 മാസത്തിനപ്പുറം നമുക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതുണ്ട്. അപ്പോൾ തന്നെ വ്യക്തമായ ഒരു ചിത്രം നമുക്ക് ഉടനെ തന്നെ ലഭ്യമാകുന്നതാണ്.